നമ്മൾ 70% പുറത്തുനിന്നല്ലേ വാങ്ങിക്കണം, 30%അല്ലേ ഉൽപ്പാദനമുള്ളൂ. നിങ്ങൾ ഉൽപ്പാദനത്തിന് ഇവിടെ ഒരു ശ്രമം നടത്തിയപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് 3000 TMC വെള്ളമുണ്ട്, 300 TMC വെള്ളമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ കാവേരിയിൽ 147 TMC ഉണ്ട്, നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്? ആകെ 30 അനുവദിച്ചു ട്രൈബ്യൂണൽ. ആ 30 അനുവദിക്കാൻ അവിടെ ഒരു ഡാം കെട്ടാൻ പുറപ്പെട്ടാൽ അവിടെ ഒരാൾ ബാഗും തൂക്കി അവിടെ കാക്കയ്ക്ക് പറക്കാൻ വിഷമമുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ നിൽക്കും, അത് വലിയ വാർത്തയാക്കി വരും, ആ പ്രോജക്റ്റ് നിൽക്കും. കുരിയാർകുറ്റി എല്ലാ പണിയും കഴിഞ്ഞ് ജനറേറ്റർ വരെ കൊണ്ടുവച്ച ശേഷം മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുമെന്ന് പറഞ്ഞ ആ പ്രോജക്റ്റിനെ 2 പരിസ്ഥിതിവാദികൾ പറഞ്ഞു നിങ്ങളതിനെ വലിയ രീതിയിൽ ചർച്ചയാക്കി ആ പ്രോജക്റ്റ് നിർത്തേണ്ടി വന്നു. അതിരപ്പള്ളി നിർത്തി, പൂയംകുറ്റി നിർത്തി. ഇപ്പം മറ്റ് സ്റ്റേറ്റുകൾ അത് ഇടുക്കിയിൽ 35 പൈസയേ വരുള്ളൂ ഒരു യൂണിറ്റിന്. ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്നത് 15 ഉറുപ്പ്യ വരെ കൊടുത്ത് മേടിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് വരാൻ നമ്മൾ തന്നെ സമ്മതിക്കില്ല. ഇപ്പം മുല്ലപ്പെരിയാറിൽ 40 TMC വെള്ളം കൊണ്ടുപോയി അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ധാരാളം ഉണ്ട് പറഞ്ഞ് കൊടുത്തതാണ്. പറമ്പിക്കുളത്തിന് 30 ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വെള്ളം പോകുന്നില്ലേ, അത് നമുക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കില്ലല്ലോ. അത് വേണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ലല്ലോ. ഒരു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പരിസ്ഥിതിക്കാരൻ ഒരാൾ വന്ന് ഒരു ബാഗം തൂക്കി വന്നിട്ട് അത് അവിടെ മൃഗങ്ങൾക്ക് വിഷമമാണെന്ന് പറഞ്ഞാൽ നിങ്ങളതിൻ്റെ പിന്നാലെ നിൽക്കുമല്ലോ. നിങ്ങളെന്ത് പറഞ്ഞു? നിങ്ങളുടെ ജനങ്ങളുടെ വികാരം എടുക്കാൻ നിങ്ങൾ അതിനു വേണ്ടി വാദിക്കുന്നില്ലല്ലോ, ആരും വാദിക്കുന്നില്ലല്ലോ. അങ്ങനെയൊന്നും മാറിയിട്ടില്ല. അവിടുത്തെ പ്രശ്നങ്ങളും കൊണ്ട് അവർ പറഞ്ഞു എന്നല്ലാതെ അവിടുത്തെ സാഹചര്യം കൊണ്ട് അവർ പറഞ്ഞു എന്നല്ലാണ്ട് അതൊരു പ്രത്യേകമായ വിഷമാണെന്നൊന്നും പറയില്ല. ഞാൻ പറയണത് ഈ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ വരണ്ടേ? ഇല്ല, അവരത് അവിടുത്തെ പ്രായോഗിക വിഷമം കൊണ്ടത് ഉപേക്ഷിച്ചല്ലോ. അതിരപ്പള്ളി ഉപേക്ഷിച്ചല്ലോ. അതിപ്പോഴല്ല ഉപേക്ഷിച്ചത്, നേരത്തെ തന്നെ അവിടുത്തെ ആദിവാസിയും ഇവർക്കൊക്കെ ഉണ്ടായിരുന്നപ്പോൾ വേണമെന്ന അഭിപ്രായമല്ല. നമ്മൾ ഓരോ കാരണം പറഞ്ഞ് മുടങ്ങിയതിനെക്കുറിച്ച് അതിനേക്കാളും നല്ലതല്ലേ പൂയംകുറ്റി എന്താ മുടക്കിയത്? എത്ര നല്ല പ്രോജക്റ്റാണ്. ഇടുക്കിയേക്കാളും നല്ല പ്രോജക്റ്റല്ലേ പൂയംകുറ്റി, അതിനെ മുടക്കിയില്ലേ? ഇപ്പോൾ ഇടുക്കിയുടെ സെക്കൻഡ് സ്റ്റേജ് എടുക്കാൻ തീരുമാനിച്ചു, അപ്പം തന്നെ അവിടെ 4 ആൾ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രോജക്റ്റും വരാൻ സമ്മതിക്കില്ലല്ലോ നമ്മളുടെ ഇവിടെ. യഥാർത്ഥത്തിൽ നിങ്ങളാണ് രസം. എന്താ അറിയോ, നിങ്ങളാണ്. അല്ലല്ല, CPI ഒന്നുമല്ല. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു വാർത്ത വളരെ വലുതാക്കി എടുത്ത് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കും. അതെന്നാ അപ്പം പ്രോജക്റ്റ് നിന്നു. CPI ഒന്നും വീഴുന്നില്ല. അല്ല, അത് ചെറിയൊരു പ്രോജക്റ്റാണല്ലോ അതിരപ്പള്ളി. അതിനേക്കാളും വലിയ പ്രോജക്റ്റുകളുണ്ടല്ലോ. അതിൽ തടസ്സം വന്നില്ല നിങ്ങളെ കുറിച്ച് പറയുന്നില്ലല്ലോ. അതൊരു ചെറിയ പ്രോജക്റ്റാണ്, അവിടെ ആദിവാസികൾക്ക് വിഷമം വരുന്നു പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അതിൽ ന്യായമുണ്ട്, ഇല്ലയെന്ന് പറയാനൊന്നും പറ്റില്ല. അതേ സ്ഥാനത്ത് വലിയ പൂയംകുറ്റിയൊക്കെ മുടക്കിയതിന് എന്താ കാരണം? ഇടുക്കിയുടെ 2 പ്രോജക്റ്റ് ഇത് കിട്ടുന്നതല്ലേ. ഇടുക്കിയുടെ സെക്കൻഡ് സ്റ്റേജ് എടുക്കാൻ പറഞ്ഞു, അതിനെന്താ തടസ്സം?